9:45 സന്നിധാനത്തേക്ക് ദിലീപ് എത്തിയത്. ദിലീപ് സന്നിധാനത്തേക്ക് ഇന്നലെ എത്തുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ നിറഞ്ഞിരുന്നു. രാവിലെ അക്കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് 9:45 എത്തി. ഇന്നലെ പക്ഷേ ദേവസ്വം ബോർഡിനോ പോലീസിനോ ദിലീപ് എത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ശബരി ഗസ്റ്റ് ഹൌസിൽ ദിലീപിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. ഒപ്പം തന്നെ കളഭാഭിഷേകത്തിനും നെയ്യഭിഷേകത്തിനും ഒക്കെ തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ദിലീപ് എത്തുമെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചത്. പക്ഷേ രാവിലെ എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. പക്ഷേ രാവിലെ 9:45 കൂടി സന്നിധാനത്തേക്ക് എത്തി നടപ്പന്തലിൽ PROയുടെ മുറിയിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ദർശനത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുടിക്കെട്ട് നിറച്ചാണ് ദിലീപ് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലുവയിലെ വീട്ടിൽ നിന്നാണ് കെട്ട് നിറച്ചെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്റ്റാഫ് ഗേറ്റ് വഴിയാകുമോ അതോ 18ാം പടി വഴിയാകുമോ ദർശനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നു സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് ദർശനത്തിനായി ദിലീപ് സന്നിധാനത്തേക്ക് കയറുന്നത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് സന്നിധാനത്ത് എത്തിയപ്പോൾ ദർശനത്തിന് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പരാതി ഉയരുകയും ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് അത് മാറുകയും ചെയ്തിരുന്നു. ഹരിവരാസന സമയത്ത് ദിലീപ് ദർശനത്തിനായി സോപാനത്തിനരികിൽ നിൽക്കുമ്പോൾ മറ്റു ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു പരാതിയായിരുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ തീർത്ഥാടന കാലത്ത് കുറ്റവിമുക്തനായതിനു ശേഷം ദിലീപ് ആദ്യമായാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ നേരെ സ്റ്റാഫ് ഗേറ്റ് കടന്ന് ദർശനത്തിനായി എത്തുകയാണ്. പക്ഷേ പോലീസിന്റെ വലിയ രീതിയിലുള്ള കഴിഞ്ഞ തവണത്തെ പോലുള്ള വലിയ രീതിയിലുള്ള ഒരു അകമ്പടിയൊന്നുമില്ല എന്നുള്ളതാണ് പ്രശ്രദ്ധേയം. കാരണം ഈ സെലിബ്രിറ്റികൾ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷന്റെ വലിയ രീതിയിലുള്ള ഒരു ആവശ്യം അങ്ങനെ കൊടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ ദിലീപ് സന്നിധാനത്ത് എത്തുകയായിരുന്നെങ്കിൽ പോലും റൂം ഒന്നും ബുക്ക് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും എവിടെയാകും തങ്ങുക എന്നതൊക്കെ തരത്തിലുള്ള ചില സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ദിലീപ് ഇന്ന് രാവിലെ 9:45 കൂടി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ദർശനത്തിനായി സന്നിധാനത്ത് തിരുമുറ്റം കടന്ന് നമസ്കാര മണ്ഡപം വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും നമസ്കാര മണ്ഡപം വഴി അകത്തേക്ക് പ്രവേശിച്ച് ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.